തിരുവാതിര നാളിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ തിരുവാതിരയ്ക്ക് എന്ത് സ്വാധീനം ആ കുഞ്ഞിൽ ചെലുത്താൻ സാധിക്കും? നിങ്ങൾ വാരഫലം കുറിക്കുന്നു. ഓരോ നക്ഷത്രത്തിനും സ്വാധീനം എങ്ങനെ? ഓരോ നക്ഷത്രത്തിനും എങ്ങനെ പറയൂ? നേരത്തെ പറഞ്ഞു എങ്ങനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു കളിക്കരുത്. രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞു. രണ്ട് കാര്യം. മണ്ടൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. അതിന് അടിസ്ഥാനം വേണം. നിങ്ങൾക്ക് ആളുകൾ തീരുമാനിക്കണം. എന്റെ ചോദ്യം മണ്ടൻ ചോദ്യമാണോ? തിരുവാതിരയില് ഒരു കുഞ്ഞ് ജനിച്ചാൽ തിരുവാതിര നാളെന്ന് പറയുന്നത് ശരിയാണ്. ചന്ദ്രൻ തിരുവാതിര ഒപ്പം നിൽക്കുന്നെങ്കിൽ കുഞ്ഞ് ജനിക്കുന്ന അന്ന് തിരുവാതിര നാളെ ശരിയാണ്. പക്ഷെ ഈ 640 പ്രകാശവർഷം ദൂരെയുള്ള തിരുവാതിരയ്ക്ക് ഈ കുഞ്ഞിന്റെ മേൽ എന്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കും? അവിടുന്ന് ഒരു പ്രകാശരശ്മി ഭൂമിയിൽ എത്തുമ്പോൾ 640 വർഷം എത്ര തലമുറ കഴിയുമെന്ന് ഓർക്കണം. പിന്നെ എന്ത് സ്വാധീനമാണ്, എന്ത് വ്യത്യാസമാണ് ഈ തിരുവാതിര നാളില് സവിശേഷമായിട്ടുള്ളത്? ജനിക്കുന്ന സമയത്ത് ഒരു ചോദ്യം വാരഫലം കുറിക്കും. രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഒന്ന് നിങ്ങൾ പറയുന്നു ബുധൻ ശുക്രൻ ഇവര് വീക്കാണ്, അല്ലെങ്കിൽ അവര് അശക്തരാണ്, ശക്തരാണ്, ഉന്നതിയിലാണ്, ഉച്ചസ്ഥായിലാണ്. നിങ്ങൾ ഗണിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനൊരു ഫോർമുല ഉണ്ടാവില്ല. ആ ഫോർമുല പറയൂ. എന്താണ് ഇതെങ്ങനെയാണ് നിങ്ങൾ അളക്കുന്നത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ചോദ്യം. പഞ്ചാംഗ ഗണിതം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കൃത്യമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരവും എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നു, ആ ഗ്രഹം സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഏതൊക്കെ ഫലങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ ഗണിത ഭാഗത്തിൽ, ജ്യോതിഷത്തിലെ ഗണിതം എന്ന് പറയുന്ന ഭാഗത്തിൽ പഞ്ചാംഗ ഗണിതം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായി ഗണിച്ചെടുക്കാൻ ഒരു നിങ്ങൾ ഗണിച്ചെടുത്തോ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഗണിച്ചെടുക്കാം. ഞാൻ ചോദിക്കുന്നത് ഇതിന് എന്ത് വസ്തുത, ഞങ്ങളോട് പറയണ്ട. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് സ്വാധീനിക്കും. ഹൗ? എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് കറുത്തവാവും വെളുത്തവാവും വരുന്ന സമയത്ത് ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും മനുഷ്യനെയും സ്വാധീനിക്കുന്നുണ്ട് പല പ്രകാരമാണ്. എങ്ങനെ? ശ്വാസകോശ രോഗികളുണ്ടെങ്കിൽ ആ ശ്വാസകോശ രോഗികൾക്ക് ആസ്മയുടെ വലിവ് വർദ്ധിക്കും. ഇത് ചന്ദ്രൻ ശ്വാസകോശത്തിന്റെ കാരകനും മനസ്സിന്റെ കാരകനും ആയതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ. പറയട്ടെ, നിങ്ങൾ ചിരിക്കാനല്ല. സോളാർ എനർജിയും ലൂണാർ എനർജിയും ഉണ്ട്. പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ഡി എന്ന് പറയുന്ന ഒരു ശരീരത്തിൽ കൊക്കിൽ തട്ടുമ്പോഴാണ് ശരീരത്തിന് നിറം കിട്ടുന്നത്. ഇത് സൂര്യരശ്മിയിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഓരോ ഗ്രഹങ്ങളിൽ നിന്നും മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ കാണാത്തതും നിങ്ങൾ അറിയാത്തതെല്ലാം തെറ്റാണെന്ന് പറയാൻ നിങ്ങളെ നിങ്ങളുടെ പാരമ്പര്യം പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. എങ്ങനെ? ചോദ്യമാണ്. ചന്ദ്രന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ചന്ദ്രൻ എന്ന് പറയുന്നത്, ചന്ദ്രൻ പിന്നെ ഈ വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ഇവിടുന്ന് വെള്ളം മേലോട്ട് പോവുകയും താഴോട്ട് വരികയും ചെയ്യുന്ന കടലിൽ അത് രണ്ട് ഗോളങ്ങളാണ്. മനുഷ്യൻ ഞാൻ പറയുന്നത് കേൾക്കാമോ? ജലമുണ്ട് മനുഷ്യന് പറയുന്നത് നിങ്ങൾ പൂർത്തീകരിക്കാൻ സമ്മതിക്കും. 70% വെള്ളമുള്ള മനുഷ്യനെ ഈ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.